നമസ്തേ, ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എല്ലാ ഗ്രൂപ്പുകളിലും അതുപോലെ എല്ലാ മീഡിയകളിലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വാമിയുടെ മൂലസ്ഥാനം എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ പലരും പല രീതിയിലുള്ള സ്ഥാനങ്ങൾ പറഞ്ഞ് തർക്കം ഉണ്ടാവണമെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന സ്ഥലമല്ലേ, ഇന്ന സ്ഥലമല്ലേ. യാഥാർത്ഥ്യത്തിൽ ഇതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മൂലസ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഓരോ വ്യക്തികളും അറിയുന്ന സ്ഥലത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ നമ്മൾ പറയപ്പെടുകയാണെങ്കിൽ പല 3 സ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ട്, പല സ്ഥാനങ്ങൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു ശരിയില്ല എന്നുള്ളതാണ് വ്യക്തമായി നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ, സ്വാമിയുടെ സങ്കല്പങ്ങൾക്ക്, സ്വാമിയുടെ ആരാധനകൾക്ക് 5000 വർഷങ്ങൾക്ക് പുറകിൽ പഴക്കമുണ്ട് എന്നാണ് നമ്മുടെ ഗുരു കാർന്നവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം അത്രയും വർഷം പഴക്കമുണ്ടാകുന്ന സ്വാമിയുടെ സ്ഥാനങ്ങൾക്ക് അന്ന് ഉള്ള പൂജാവിധികളും അന്നത്തെ മൂലസ്ഥാനങ്ങളും, അന്ന് ഇപ്പോൾ ആരാണ് വെച്ച് ആരാധിച്ചിരുന്നത്, ആദ്യമായി ആരാധിച്ചിരുന്നത് അവിടെയാണ് മൂലസ്ഥാനം എന്ന് സങ്കല്പിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മൂലസ്ഥാനം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിന്നിപ്പോൾ അറിയപ്പെടുന്ന സ്ഥാനങ്ങളൊന്നും അത്രയും പഴക്കമുള്ളതായിട്ട് അറിവില്ല. അതുകൊണ്ട് ബഹുമാന്യരായ സ്വാമിയുടെ ഭക്തര് മൂലസ്ഥാനം അന്വേഷിച്ച് നടക്കാതെ സ്വാമിയെ മനസ്സിലാക്കി പഠിച്ച് ആരാധിച്ച് പോകുന്നതാണ് നല്ലത്. മൂലസ്ഥാനം അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ ഈ ജന്മം പോരാണ്ടാവും. ഒരു കൂട്ടർ പറയും ഇന്ന സ്ഥലമാണെന്ന്, വേറൊരു കൂട്ടർ പറയും വേറെ സ്ഥലമാണെന്ന്. അങ്ങനെ പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച് അലഞ്ഞ് നടക്കല്ലാതെ കണ്ടിട്ട് അതിനൊരു പ്രത്യേകിച്ചിട്ട് ഒരു ഫലസിദ്ധി കിട്ടില്ല. എവിടെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് മൂലസ്ഥാനം അന്വേഷിച്ച് പോകണ്ട. നമ്മൾ സ്വാമിയെ മനസ്സിലാക്കി സ്വാമിയെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ വിളക്ക് വെച്ച് ആരാധിക്കണം, എങ്ങനെയാണ് സ്വാമിയുടെ രീതികൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. അതുകൊണ്ട് മൂലസ്ഥാനം എന്നുള്ള ഒരു ചർച്ച അങ്ങനെ കുറേ കണ്ടതുകൊണ്ട് പറയാനുണ്ടായ കാര്യമാണ്. അങ്ങനെ പറയണമെന്ന് തോന്നി, മീഡിയയിൽ പറയണമെന്ന് തോന്നി. അപ്പം അങ്ങനെ ഒരു സ്ഥാനം കണ്ടുപിടിച്ച് അലഞ്ഞു നടക്കാതെ സ്വാമിയെ ആരാധിച്ചു പോകുന്നതാണ് നല്ലത്. എല്ലാ വിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും ഭഗവാനിക്ക് ഭക്തന്മാർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.